ചിമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി പതിവ് പോലെ തന്നെ ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീയുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്തിന് ആ സ്ത്രീന്റെ ഡെസ്റ്റിനേഷൻ എത്തും. അവിടെ സച്ചി ആ സ്ത്രീയെ ഇറക്കി വിട്ടതിന് ശേഷം അതിന്റെ ലഗേജ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കിയിട്ട് ആ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ഇങ്ങനെ തിരികെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു അലർച്ച കേൾക്കുന്നത്. സച്ചി തിരിഞ്ഞു നോക്കുന്ന സമയത്തിന് സച്ചിയുടെ കാറിൽ ഓട്ടം വന്ന ആ ഒരു സ്ത്രീയുടെ കരച്ചിൽ തന്നെയായിരിക്കും. സച്ചി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും രണ്ട് ഗുണ്ടകൾ വന്നിട്ട് ആ ഒരു സ്ത്രീയെ ആക്രമിച്ചിട്ട് മാല പൊട്ടിച്ചിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ആ ചേച്ചി ഇങ്ങനെ അലറി വിളിക്കുന്നത്, അയ്യോ ആരെങ്കിലും വന്നിട്ടൊന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ അലറി വിളിക്കുന്നത് കേട്ടുകൊടുത്തിട്ട് സച്ചി അങ്ങോട്ടേക്ക് ഓടി ചെല്ലും. അപ്പോഴേക്കും ആ ചേച്ചിയെ തള്ളി വിട്ടുകൊണ്ടതിന് കള്ളന്മാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. സച്ചി കുറെ അധികം അവന്മാരുടെ പുറകെ ഓടിച്ചിട്ട് അവരെ പിടിച്ചെങ്കിൽ പോലും പിന്നീട് അങ്ങനെ സച്ചിയുടെ കയ്യിൽ നിന്നും അവര് വഴുതി പോകുന്നുണ്ട്. സച്ചി കുറെ നേരം അവന്മാരായിട്ട് ഓടിച്ചതിന് ശേഷം കള്ളന്മാരാകെ ഇങ്ങനെ ക്ഷീണിച്ചു പോവാണ്. എന്നിട്ട് സച്ചി അവരുടെ പുറകെ വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് പുറകിലേക്ക് ഇങ്ങനെ ഓടി ഓടി പോകുന്ന സമയത്തിന് സച്ചി അവരെയിട്ട് ഇങ്ങനെ ഓടിക്കുന്ന സമയത്തിന് കള്ളന്മാരാകെ പേടിച്ചു പോവാണ്. സച്ചി എങ്ങാനും തന്റെ പുറകിൽ വരുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു കള്ളന്മാർ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലേക്ക് നോക്കുന്ന സമയത്തിന് സച്ചി വിട്ടുകൊടുക്കുന്നില്ല. സച്ചി ഏതായാലും അവന്മാരെ പിടിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവന്മാരുടെ പിറകെ ഇങ്ങനെ ഓടുകയാണ്. എന്നാൽ ഇതേ സമയത്ത് കള്ളന്മാർക്ക് രക്ഷപ്പെടാൻ മറ്റു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവരവിടെ ഓടി ഓടിയിട്ട് രക്ഷപ്പെടാൻ പോകുന്നത് ഡോർ തുറന്നിട്ടിരിക്കുന്ന വലിയൊരു വീടിന്റെ അകത്തേക്കായിരിക്കും. എന്നാൽ സച്ചി ഏതായാലും അവരെ പിടിച്ചേ അടങ്ങുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സച്ചി അവരുടെ പുറകെ അങ്ങ് ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണാൻ ഇടവരട്ടെ സച്ചിക്ക്. ആ കള്ളൻ വീടിനകത്തേക്ക് ഓടിച്ചെല്ലുന്ന സമയത്തിന് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ മാത്രമേ ആ വീടിനകത്ത് ഉണ്ടായിരിക്കുള്ളൂ. ആ സ്ത്രീ ആണെങ്കിൽ വീടിനകത്താണെങ്കിലും കുറെ അധികം ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടായിരിക്കും നിൽക്കുന്നത്. എന്നാൽ ആ കള്ളന്മാർ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ആ ഒരു കത്തിക്ക് മുന്നിൽ തന്നെ ആ ഒരു സ്ത്രീ എങ്ങനെ കഴുത്തിന് പിടിച്ചിട്ട് സച്ചിക്ക് മുന്നിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി സംസാരിക്കാണ്. സച്ചിയോട് പറഞ്ഞിട്ട് നീ എങ്ങാനും അകത്തേക്ക് കയറി വന്നാൽ പിന്നെ ഈ സ്ത്രീയെ ഞാൻ അങ്ങ് കൊന്നുകളയുമെന്നൊക്കെ ആയിക്കോട്ടെ ഗുണ്ടകൾ പറയുന്നത്. സച്ചിക്കാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. സച്ചി പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം, നിങ്ങൾ ദയവ് ചെയ്ത് അവരെ ഉപദ്രവിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഗുണ്ടയോട് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പുറകിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുന്ന സമയത്തായിരിക്കും അവിടെ വലിയൊരു ഫ്ലവർ വൈസ് ഇരിക്കുന്നതായിട്ട് കാണുന്നത്. സച്ചി പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്ലവർ വൈസ് എടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കറക്റ്റ് ഉന്നം നോക്കിയിട്ട് ആ ഒരു ഗുണ്ടയുടെ തലക്ക് തന്നെ ഇട്ട് അങ്ങ് പൊട്ടിക്കും. അയാളാണെങ്കിൽ തലക്കടി കിട്ടിയ ഷോക്കിൽ അപ്പം തന്നെ അങ്ങ് തളർന്നു വീഴും. സച്ചിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് സഹിക്കാൻ കഴിയാതെ വേഗം ചെന്നിട്ട് ആ ഗുണ്ടയിട്ട് നല്ലോണം അങ്ങിട്ട് പൊട്ടിക്കുന്നുണ്ട് മാത്രമല്ല തൊട്ടടുക്കുന്ന ഒരു കസാരയിൽ ആ ഒരു കള്ളനെ അങ്ങ് കെട്ടിയിടുകയാണ്. ഉടനെ തന്നെ സച്ചി ഈ വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ആ കള്ളനെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നുണ്ട് സച്ചി. ഇതേ സമയത്തിന് തന്റെ ജീവൻ രക്ഷിച്ച സച്ചിയോട് തീരാത്ത അത്രമാത്രം നന്ദിയായിരിക്കും ആ ഒരു സ്ത്രീക്ക് തോന്നുന്നത്. മോനെ ദൈവമായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്, മോനില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേനെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയധികം നന്ദി വാക്കുകളൊക്കെ പറയുന്നുണ്ടോ ആ സ്ത്രീ. അന്നേരം സച്ചി പറഞ്ഞിട്ട് അയ്യോ അങ്ങനെ നന്ദി വാക്കിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ പെട്ടെന്നൊരു അലർച്ച കേട്ടപ്പോൾ ആ കള്ളന്റെ പുറകെ ഓടിയെത്തിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇനിയിപ്പോ ഞാൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്നിട്ട് നിങ്ങളെ ഈ സമയത്ത് രക്ഷിക്കുമായിരുന്നു എന്നൊക്കെ പറയും. ഈ ഒരു ചെറിയ കാര്യത്തിന് നിങ്ങൾ എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ സച്ചി അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ സച്ചിക്ക് ആ ഒരു സ്ത്രീയെ അവിടെ ഒറ്റക്ക് കണ്ടെന്ന സമയത്തിന് എന്തോ ഒരു വിഷമം തോന്നിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല ഈ വലിയ വീട്ടിൽ നിങ്ങൾ ഒറ്റക്കാണോ താമസം എന്നൊക്കെ ചോദിക്കും. അന്നേരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ല മോനെ ഞാനും എന്റെ ഭർത്താവും കൂടിയാണ് ഇവിടെ താമസിക്കുന്നത്. എന്റെ ഭർത്താവ് ഇപ്പൊ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദൂരെ പോയിരിക്കുകയാണ്, അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് തിരികെ വരുള്ളൂ, ഇപ്പൊ ഞാൻ തനിച്ചാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് സച്ചി ചോദിക്കുന്നുണ്ട്, അയ്യോ ഇത്രയും വലിയൊരു വീട്ടിൽ നിങ്ങൾ തനിച്ചാണോ താമസിക്കുന്നത്, നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ, നിങ്ങളുടെ മക്കളൊക്കെ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അയ്യോ മോനെ ഞങ്ങൾക്ക് അങ്ങനെ മക്കളൊന്നുമില്ല, ഞാനും എന്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ, എനിക്ക് അദ്ദേഹത്തിന് ഞാനും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പറയും. അന്നേരം സച്ചി അവരോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തിന് ഡോർ നന്നായിട്ട് ലോക്ക് ചെയ്യണം, സേഫ് ആയിട്ട് വേണം വീടിനകത്ത് ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ അവരെ ഉപദേശിക്കുന്നുണ്ട്. ആ സമയത്തിന് ആ സ്ത്രീ സച്ചിയെ പറ്റിയിട്ടും അന്വേഷിക്കും, സച്ചിയുടെ വീട് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ സംസാരം പെരുമാറ്റമെല്ലാം കാണുന്ന സമയത്ത് ആ സ്ത്രീക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും സച്ചിയെ. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ആ സ്ത്രീയുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ആ സ്ത്രീ സച്ചിനെ അന്വേഷിച്ചുകൊണ്ട് തന്നെ സച്ചിയുടെ വീട്ടിലേക്ക് വരികയാണ് ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട്. ഒരുപാടധികം സമ്മാനങ്ങളും ഒത്തിരിയധികം സാധനങ്ങളുമായിട്ടായിരിക്കട്ടെ സച്ചിയെ കാണാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നത്. താലിത്തട്ടത്തിൽ കുറെ അധികം ഫ്രൂട്ട്സും കുറെ അധികം സമ്മാനങ്ങളുമായിട്ട് അവർ അങ്ങോട്ടേക്ക് കയറി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ ആകങ്ങനെ ഷോക്കായി നിൽക്കുമായിരിക്കും ചന്ദ്രമതിയെ കണ്ട ഉടനെ തന്നെ അവർ പറയുന്നുണ്ട്, അതെ ഞങ്ങൾ നിങ്ങളുടെ മകനെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയും. മോന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ അധികം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, കാരണം അത്രമാത്രം പുണ്യമുള്ളൊരു മോനെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് എന്നിങ്ങനെ അവർ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. സുധിയെ പറ്റിയിട്ടായിരിക്കും ഇവര് സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ ചന്ദ്രമതിക്ക് ഇത്രമാത്രം സന്തോഷം. അതിനുശേഷം ചന്ദ്രമതി അവർ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് ബോക്സിലേക്കും അതുപോലെ തന്നെ ആ ഒരു താലത്തിലേക്കും അങ്ങനെ സൂക്ഷിച്ചു നോക്കും. എന്നാൽ അതിൽ കുറേയധികം ഫ്രൂട്ട്സും അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളും കുറെ അധികം സ്വർണ്ണാഭരണങ്ങളെല്ലാം കാണുന്ന സമയത്തിന് ചന്ദ്രമതിയുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോവും. അങ്ങനെ ചന്ദ്രമതി ഏതായാലും ഇതെല്ലാം കാണുന്ന സമയത്തിന് അവരെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും അകത്തേക്ക് സ്വീകരിക്കുന്നത്. അതിനുശേഷം മോനെ സുധി എന്നൊക്കെ പറഞ്ഞ് സുധിയെ വിളിച്ചു വരുത്തും. മോനെ സുധി ഇതാരാ വന്നേ നോക്കിയേ, നിനക്ക് ഒരുപാടധികം സമ്മാനങ്ങളുമായിട്ട്
സമ്മാനങ്ങളുമായിട്ട് ഇതേ രണ്ടുപേര് വന്നേക്കുന്നു. എന്നാൽ അമ്മ എങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് എനിക്ക് സമ്മാനങ്ങളുമായിട്ട് ആരായി വന്നേക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സുധി അങ്ങനെ താഴേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് ഇവരെ കണ്ട സമയത്ത് സുധിക്ക് യാതൊരു പരിചയവുമില്ല. സുധിയെ കാണുന്ന സമയത്തിന് ആ ചേച്ചിയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട്, ഇതാണോ നീ പറഞ്ഞ ആളെന്ന് ചോദിക്കുന്ന സമയത്തിന് ആ സ്ത്രീ പറയുന്നത്, അയ്യോ ചേച്ചി ഇതല്ല ഞങ്ങൾ പറഞ്ഞ ആള്, ഞങ്ങൾ ഇവനല്ലേ ഉദ്ദേശിച്ചത് എന്ന് ആ സ്ത്രീ പറയുന്ന സമയത്തിന് ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഇവനെയല്ലേ, പിന്നെ ഇവരാരെന്നാവും ഉദ്ദേശിച്ചത്, ചിലപ്പോ എന്റെ മറ്റേ മകനെ ആയിരിക്കും എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ശ്രീകാന്തും വർഷയും പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത്. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ രവീന്ദ്രനും അങ്ങോട്ടേക്ക് വരും. രവീന്ദ്രൻ വന്ന് ചോദിക്കുന്നത്, അല്ല ചന്ദ്ര ഇതൊക്കെ ആരാന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി പറഞ്ഞത്, അത് പിന്നെ രവിയേട്ടാ ഇവരെന്റെ മോനെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാ, നമ്മുടെ മോന് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു, പിന്നെ നമ്മുടെ മോന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് എന്നൊക്കെ പറയാണ് ചന്ദ്ര. രവീന്ദ്രൻ ഏതായാലും അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ചോദിക്കുന്നതിന്, സത്യത്തിൽ നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ആ സ്ത്രീയുടെ ഭർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ മോനുണ്ടല്ലോ അവൻ ശരിക്കും ഒരു പുണ്യമാണ്, അവന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്റെ ഭാര്യയാണെങ്കിൽ ഇന്നലെ നേരാവണ്ണം ഉറങ്ങിയിട്ട് പോലുമില്ല, നേരം വെളുത്ത ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ നേരിട്ട് കാണണമെന്ന വാശിയിലായിരുന്നു. ഞങ്ങൾക്ക് ഏതായാലും ഇത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ മകനെ ഒന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം ചന്ദ്രമതി പറഞ്ഞിട്ട്, രവിയേട്ട ഞാൻ ഓർത്തു ഇവരുടെ ഈ സംസാരം കേട്ട സമയത്തിന് ഇവർ ഉദ്ദേശിച്ചത് നമ്മൾ സുധിയുടെ കാര്യമാണെന്ന്, പിന്നെയല്ലേ എനിക്ക് മനസ്സിലായത് ഇവർ സംസാരിക്കുന്നത് നമ്മൾ ശ്രീകാന്തിനെ കുറിച്ചാണ്. എന്നിട്ട് ചന്ദ്രമതി ശ്രീകാന്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ഇതാണ് എന്റെ മകൻ, ഇവനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ആ സ്ത്രീ പറഞ്ഞിട്ട്, ഇതൊന്നും അല്ല എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി ആകെ അങ്ങനെ ഷോക്കായി നിൽക്കും. ചന്ദ്രമതി ആകെ ടെൻഷനോട് കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് രണ്ടുമാണ് എന്റെ മക്കൾ, ഇവരെ രണ്ടുപേരല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ പിന്നെ ആരെയാന്ന് ചോദിക്കുന്ന സമയത്തന്നെ ആ സ്ത്രീ പറയുന്നത്, അതൊരു കാർ ഡ്രൈവറാണ് എന്ന് പറയും. ആ മോൻ ഞങ്ങളോട് കാർ ഡ്രൈവർ ആണ് എന്നാണ് പറഞ്ഞത്, എന്താ ആ കാർ ഡ്രൈവർ നിങ്ങളുടെ മകനല്ലേ എന്നിങ്ങനെ അവർ ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി കാണട്ടെ സച്ചിയെ പറ്റിയിട്ടാണല്ലോ ഇവർ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ടെൻഷനായിരിക്കും. ചന്ദ്രമതിക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന സമയത്തിന് രവീന്ദ്രൻ ചോദിക്കുന്നത്, എന്താ ചന്ദ്ര ഇത്, നിന്റെ മകന്റെ കാര്യം അവർ അന്വേഷിച്ചു വന്നപ്പോ നീ എന്താ നമ്മുടെ സച്ചിയുടെ കാര്യം പറയാതിരുന്നത്, അവൻ എന്താ നിന്റെ മകനല്ലേ എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രമതി മറുത്തൊരു വാക്ക് പോലും പറയാതെ തലകുനിച്ച് നിൽക്കാണ്. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊടുത്തിന് രേവതി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നത്, നിങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുന്ന കാർ ഡ്രൈവർ ഉണ്ടല്ലോ അതെന്റെ ഹസ്ബൻഡാണ്, സച്ചിയേട്ടൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന സമയത്തിന് ആ സ്ത്രീക്കും അവരുടെ ഹസ്ബൻഡും ഒത്തിരി സന്തോഷമായിരിക്കും. ആ സ്ത്രീ നേരെ രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല രേവതിയുടെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ആഹാ ആ മോന്റെ ഭാര്യയാണോ മോൾ ഏതായാലും പുണ്യം ചെയ്തവൾ തന്നെയാണ് കേട്ടോ, ഇതുപോലെ ഒരു മോനെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയല്ലോ, ഒരുപാടധികം നന്മയുള്ള മോനാണവൻ, സച്ചി മോൾക്ക് കിട്ടിയ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പറ്റിയിട്ട് അവർ ഒരുപാടധികം പുകഴ്ത്തി സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്ന സമയത്തിന് രേവതിക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. എന്നിട്ട് സച്ചിയേട്ടൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ നിന്റെ ഇപ്പൊ വിളിച്ചോണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് രേവതി പോയിട്ട് സച്ചിയെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചിയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ചേച്ചിയെ തന്റെ വീട്ടിൽ കാണുന്ന സമയത്തിന് സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ ചേച്ചിയോ, ചേച്ചി എന്താ ഇവിടെ എന്ന് ചോദിക്കും. അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി നിനക്ക് ഇവരെ അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, ആ അച്ഛാ ഇന്നലെ ഓട്ടം പോയപ്പോ ഞാൻ ഇവരെ കണ്ടതാണ്. അന്നേരം രവീന്ദ്രൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് വെച്ചത് നോക്കുമ്പോൾ ഇവനെന്തോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്തു എന്ന് തോന്നുന്നു, പക്ഷെ എന്താ കാര്യം എന്ന് മാത്രം മനസ്സിലായില്ല എന്ന് പറയും. അന്നേരം ആ സ്ത്രീ പറഞ്ഞിട്ട്, അതെ വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ മകൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്, അതിന് ആ മോനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, ഇന്നലെ ജീവൻ പോലും നഷ്ടമാവുമെന്ന സ്ഥിതിയിലായിരുന്ന എന്റെ ജീവൻ പോലും രക്ഷിച്ച് ഞാൻ ഇപ്പതേ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ കാരണക്കാരൻ നിങ്ങളുടെ സച്ചി മോനാണ് എന്നിങ്ങനെ ആ സ്ത്രീ പറയുന്ന സമയത്തിന് നടന്ന കാര്യങ്ങളെല്ലാം ആ സ്ത്രീയുടെ ഹസ്ബൻഡ് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ സ്ഥലത്തില്ലാത്ത സമയത്തിന് എന്റെ ഭാര്യ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്, ആ സമയത്തിന് ഒരു കള്ളൻ വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് തന്നെ കത്തി കാണിച്ചിട്ട് ഇവളുടെ ജീവൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കള്ളൻ വന്നിട്ട് കത്തി കാണിച്ച് എന്റെ ഭാര്യയെ കൊല്ലുമെന്നായ സമയത്താണ് ദൈവദൂതൻ പോലെ വന്നിട്ട് നിങ്ങളുടെ മകൻ വന്നിട്ട് എന്റെ ഭാര്യയെ രക്ഷിച്ചത്. ആ കള്ളന്റെ കയ്യിൽ നിന്നും സച്ചിയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കം കൊണ്ട് മാത്രമാണ് ഇന്ന് എന്റെ ഭാര്യ എനിക്ക് ജീവനോടെ കിട്ടിയത്. എന്നാൽ സച്ചിയെ പറ്റിയിട്ട് ഇതെല്ലാം അവർ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ശ്രീകാന്തിനും രവീന്ദ്രനും രേവതിക്കൊക്കെ ഒത്തിരിയധികം സന്തോഷാവുന്നുണ്ട്. ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞിട്ട്, ഏക്ടാ കൺഗ്രാചുലേഷൻസ്, ഇത്ര വലിയൊരു കാര്യം ചെയ്തിട്ട് വലിയ ഹീറോ ആയി വന്നിട്ട് എന്താ ഈ കാര്യം ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, എടോ അതിന് ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല, ഇന്നലെ ഈ സ്ത്രീയെ ചെറിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു, അത്രയും ഞാൻ ചെയ്തോളൂ എന്ന് പറയുന്ന സമയത്തിന് ആ സ്ത്രീയുടെ ഭർത്താവ് നേരെ വന്നിട്ട് സച്ചിയുടെ കൈയും പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോനെ നീ ഞങ്ങൾക്ക് വലിയൊരു ത്യാഗം തന്നെയാണ്, വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തു തന്നേക്കുന്നത്, എന്റെ എല്ലാം എന്റെ ഭാര്യയാണ്, ഇവള് മാത്രമേ എന്റെ ജീവിതത്തിൽ എനിക്കൊരു കൂട്ടായിട്ടുള്ളൂ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം താങ്ങായിട്ടും തണലായിട്ടും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഇവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ എല്ലാവിധ നല്ല കാര്യങ്ങളും സംഭവിച്ചത്, എന്റെ ജീവന്റെ ജീവനാളിവൾ, എന്റെ എല്ലാ സൗഭാഗ്യത്തിനും കാരണക്കാരി ഇവളാണ്
ഒരാളാണ് എന്നൊക്കെ പറയും. ശരിക്കും സച്ചി മോനെ, നീ രക്ഷിച്ചത് ഒരാളെയല്ല രണ്ടാളാണ്. ഇവളില്ലാതെ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീ ചെയ്തത് ചെറിയൊരു കാര്യമൊന്നുമല്ല മോനെ, നീ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ അയാൾ ഇങ്ങനെ ഇമോഷണൽ ആവുന്ന സമയത്തിന് സച്ചി അയാളോട് വീണ്ടും പറയുന്നുണ്ട്, അങ്കിൾ ഇത് ചെറിയൊരു നിസാര കാര്യല്ലേ, വഴിയിലൂടെ പോയ സമയത്തിന് ഒരു ആപത്ത് കണ്ടു, അപ്പൊ ഞാൻ അതിൽ ഇടപെട്ടു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതില് എനിക്ക് ഒത്തിരിയധികം സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് സച്ചി ഏതായാലും അച്ഛനെയും അമ്മയെയും ഭാര്യയൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അന്നേരം ആ ചേച്ചിയും ഭർത്താവും പറഞ്ഞിട്ട് നിങ്ങൾ ഏതായാലും നിങ്ങളുടെ മകനെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സ്വന്തം കാര്യം നോക്കും, അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കും. ഇത് ദേ ആപത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ജീവൻ പോലും രക്ഷിച്ചേക്കുന്നു നിങ്ങളുടെ സച്ചി. ഏതായാലും നിങ്ങൾ നിങ്ങളുടെ മകനെ അച്ചടക്കത്തോട് നല്ല രീതിയിൽ തന്നെ വളർത്തി വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രനെയും ചന്ദ്രമതി ഇങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കാട്ടോ അവര് രണ്ടുപേരും. ഇവരുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രന്റെ മനസ്സ് നിറയുന്നുണ്ട് എന്ന് മാത്രമല്ല രവീന്ദ്രൻ പറഞ്ഞിട്ട് അതെ, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് തന്നെയാണ് എന്റെ മോന്റെ ഏറ്റവും നല്ല ഗുണം. എന്തെങ്കിലും ആപത്ത് വരുന്ന സമയത്തിന് അവൻ അവന്റെ സ്വയരക്ഷ പോലും നോക്കാതെ ആ ആപത്തിൽ നിന്നും ആളെ രക്ഷിക്കും. അത് തന്നെയാണ് എന്റെ മോന്റെ ഏറ്റവും വലിയ ഗുണം. ഇന്നലെ അവൻ അങ്ങനെ ഒരു ജീവൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഏതായാലും ആ സ്ത്രീക്കും ഭർത്താവിനും സച്ചിയുടെ കാര്യത്തിൽ ഒത്തിരിയധികം സന്തോഷമാവുന്നുണ്ട് എന്ന് മാത്രമല്ല അവര് പറയുന്നുണ്ട്, ഞങ്ങൾ ഏതായാലും സച്ചിമോന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമ്മാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്, നിങ്ങളൊന്ന് ചേർന്ന് നിന്നിട്ട് ഇതൊന്ന് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ നീട്ടുന്ന സമയത്തായിരിക്കട്ടെ നിൽക്കുന്നൊക്കെ കൊടുക്കലേ ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് വർഷം അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഞാനൊരു വീഡിയോ എടുക്കട്ടെ, എന്നിട്ട് ഈ വീഡിയോ ഞാൻ ഇന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് വൈറലാക്കും. സച്ചിയേട്ടന്റെ നന്മ അങ്ങനെ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, സച്ചിയേട്ടൻ നന്മ ഈ ലോകമെമ്പാടും അറിയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ വർഷം അതെല്ലാം തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് പകർത്തുന്നുണ്ട്. അങ്ങനെ ആ ദമ്പതികൾ ഏതായാലും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എന്നിട്ട് അവരിങ്ങനെ രവീന്ദ്രന്റെ കാൽക്കൽ വീഴാനൊക്കെ ശ്രമിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നുണ്ട്, അയ്യോ ഇതിനൊന്നും ആവശ്യമില്ല. അന്നേരം അയാൾ പറഞ്ഞിട്ട്, നിങ്ങളുടെ മോൻ രക്ഷിച്ചേക്കുന്നത് എന്റെ ഭാര്യയുടെ ജീവനാണ്, എന്റെ ഭാര്യ മാത്രമേ എനിക്കുള്ളൂ, ഞാൻ എന്റെ ജീവനോളം സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ നിങ്ങളുടെ മകൻ രക്ഷിച്ചത് കൊണ്ട് തന്നെ അതിന് പകരമായി ഞാൻ എന്ത് ചെയ്താലും അതൊരിക്കലും മതിയാവില്ല. ഇതെല്ലാം തന്നെ വർഷ വീഡിയോ ആയിട്ട് പകർത്തുന്നുണ്ടെന്ന് മാത്രമല്ല അതിനുശേഷം വർഷം നേരെ ശ്രീകാന്തിനോടായിട്ട് പറഞ്ഞിട്ട്, ശ്രീകാന്ത് നീ കേട്ടില്ലേ, എടാ ദമ്പതിമാരായാൽ ഇങ്ങനെ വേണം, ഭാര്യയും ഭർത്താവുമായാൽ ഇതുപോലുള്ള സ്നേഹം വേണം, അത് തന്നെയാണ് എന്റെയും ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് വർഷ. എന്നാൽ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുന്ന സമയത്തിന് ശ്രുതിക്കും ഇതൊട്ടും തന്നെ സഹിക്കാനേ കഴിയുന്നില്ല. ഓ ഇത് ഇത്ര വലിയ സംഭവമാണോ എന്ന ചിന്തയിലായിരിക്കും ശ്രുതി നിൽക്കുന്നത്. ആ സ്ത്രീ ഏതായാലും നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടതിന് ചന്ദ്രമതിയുടെ വയറൊക്കെ തൊട്ടിട്ടിങ്ങനെ വന്ദിക്കുന്നുണ്ട്. ആ സമയത്തിന് നിങ്ങൾ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ആ സ്ത്രീ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു മകനെ പറ്റ വയറാണല്ലോ ഇത്, അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഈ വയറ് വേണം വന്ദിക്കാൻ. ഇത്രയും വലിയ ഭാഗ്യം ചെയ്ത മകനെ പറ്റി അമ്മയാണല്ലോ നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ആ സ്ത്രീ പറയുന്നത് കേട്ടുകൊണ്ടതിനെ ചന്ദ്രമതിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ വരും. ചന്ദ്രമതിക്ക് അന്ന് ആദ്യമായിട്ട് സച്ചിയോട് ഉള്ളിന്റെ ഉള്ളിലൊരു ഇഷ്ടം തോന്നുന്നുണ്ട് എന്ന് മാത്രമല്ല ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ ചന്ദ്രമതി ആദ്യമായിട്ട് സച്ചിയെ ഇങ്ങനെ കണ്ണുമ വെട്ടാതെ നോക്കുമായിരിക്കും. എന്നാൽ രേവതി രവീന്ദ്രനും തന്നെ തന്നെയാണ് നോക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി മുഖഭാവം മാറ്റിയിട്ട് ഗൗരവമാക്കി മാറ്റുന്നുണ്ട്. വർഷയാണെങ്കിൽ നേരെ വീണ്ടും ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ആന്റി ശരിക്കും എന്താണ് സംഭവിച്ചത്, നിങ്ങളൊന്നും കൂടി വിശദമായിട്ട് പറയൂ എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു സ്ത്രീയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് വർഷ ഇതെല്ലാം വീഡിയോ എടുക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ വർഷ ഇതെല്ലാം അങ്ങനെ വീഡിയോ എടുക്കുന്നത്, ഇതിനൊക്കെ ഇത്രമാത്രം പബ്ലിസിറ്റി കൊടുക്കണമെന്ന് ചോദിക്കും. അന്നേരം ആ സ്ത്രീ പറഞ്ഞിട്ട്, അല്ല മോളെ, ഈ ഒരു കാര്യം ഒരു തവണയല്ല ഇനിയിപ്പോൾ ഒരു 100 തവണ പറയാനും ഞങ്ങൾക്ക് യാതൊരു വിധ മടിയുമില്ല. അത്രയും വലിയൊരു കാര്യമാണ് മോളുടെ ഭർത്താവ് ഇന്നലെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തത്. എന്റെ ജീവൻ രക്ഷിച്ചത് പോലും ഈ മോനാണ്. ഈ മോൻ ഇന്നലെ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്ന് എന്റെ ഭർത്താവിന്റെ കൂടെ ഇത്ര സന്തോഷത്തോടെ ഇവിടെ നിൽക്കില്ലായിരുന്നു. അതിന്റെ പ്രത്യുപകാരമായിട്ട് നിങ്ങൾക്കൊരു ചെറിയ കാര്യം ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾക്കിനി എന്ത് തന്നെ ചെയ്താലും അതൊന്നും ഇതിന് പകരമാവില്ല എന്നറിയാം. ഇനി നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ ആ ഒരു സ്ത്രീ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മോന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏതായാലും കുറച്ചധികം ഡ്രസ്സുകളും അതുപോലെ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് ആ ഒരു സ്വർണ്ണാഭരണത്തിന്റെ തളിക കാണുന്ന സമയത്തിന് ചന്ദ്രമതിയുടെ കണ്ണങ്ങ് തള്ളിപ്പോവാണ്. എന്നാൽ ആ ഒരു സ്വർണം ആ ഒരു താലിത്തട്ടത്തിൽ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നത് കാണുന്ന സമയത്തിന് ചന്ദ്രമതിയുടെ കണ്ണിങ്ങനെ മഞ്ഞളിച്ചു പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ അസൂയോട് കൂടെ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കും ശ്രുതി. എന്നാൽ ഇത് കാണുന്ന സമയത്തിന് സച്ചിയേട്ടന് ഇത്രമാത്രം വിലപിടിപ്പുള്ള ഗിഫ്റ്റൊക്കെ കിട്ടിയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വർഷക്കും ശ്രീകാന്തിനും ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ അത് സച്ചിക്ക് നേരെ നീട്ടുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, അയ്യോ സാറേ ഇതൊന്നും എനിക്ക് വേണ്ട, ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചു കൊണ്ടുതന്നെ ഞാൻ ഈ ചേച്ചിയുടെ ജീവൻ രക്ഷിച്ചത്. അന്നേരം ആ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കുക എന്ന് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ സമ്മാനങ്ങളൊന്നും തന്നെ എനിക്ക് വേണ്ട. ഇതിപ്പോ ഞാൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് ചെയ്തേനെ എന്നിങ്ങനെ വളരെയധികം എളിമയോടുകൂടെ പറയാട്ടോ സച്ചി. എന്നാൽ സച്ചി അത് വേണ്ടാന്ന് പറയുന്നതോടുകൂടി തന്നെ ആ ഒരു ദമ്പതികൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും. എന്നിട്ട് പറഞ്ഞിട്ട്, മോനെ സച്ചി നീ ഒരിക്കലും ഇത് വേണ്ടാന്ന് പറയരുത്, നിന്റെ ഒരു സഹോദരനാണ്, നിനക്ക് ഈ സമ്മാനങ്ങൾ തരുന്നതെങ്കിൽ നീ വേണ്ടാന്ന് പറയുമായിരുന്നോ.
അതുകൊണ്ട് ഈ ഒരു ചെറിയ സമ്മാനം നീ സ്വീകരിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഏതായാലും സച്ചിയെ ആ ഒരു സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ സച്ചി ഏതായാലും അവസാനം അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു സമ്മാനങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുന്നുണ്ട്. ആ ദമ്പതികൾ ഏതായാലും സച്ചിക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റും സ്വർണ്ണാഭരണങ്ങളും അങ്ങനെ കുറെ അധികം സമ്മാനങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. ഇനി മോൻക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ മടിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ വിസിറ്റിംഗ് കാർഡ് സച്ചിക്ക് കൊടുക്കും. ഇനി മോൻക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും മോൻ ഞങ്ങളെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടു കൂടി ആയിരിക്കും അവരവിടെ നിന്നും പോകുന്നത്. അവരവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ചന്ദ്രമതി ഏതായാലും ഓടി വന്നിട്ട് സച്ചിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് എല്ലാം തന്നെ കണ്ണും തുറിച്ച് നോക്കുകയാണ്. എന്നിട്ട് ആ ഒരു സ്വർണ്ണാഭരണത്തിന്റെ താലിത്തട്ടം എടുത്തുകൊണ്ട് തന്നെ നോക്കുന്നുണ്ട്. സ്വർണ്ണമാല, ഇതേതായാലും ഒരു 100-150 പവൻ സ്വർണ്ണമെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഓരോ മാലകളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും. എന്നാൽ ഇതും കണ്ടുകൊണ്ട് തന്നെ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, എന്താ ചന്ദ്രൻ, നിന്റെ മോനൊരു നല്ല കാര്യം ചെയ്തിട്ട് നീ അവനോടൊരു നല്ല വാക്കെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. എന്നാൽ ചന്ദ്രമതി അവിടെ ഒന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും ആ ഒരു സ്വർണ്ണാഭരണത്തിലേക്ക് തന്നെ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും. എന്നാൽ ചന്ദ്രമതി തന്റെ വാക്കൊന്നും കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രവീന്ദ്രൻ ഏതായാലും ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ആ ഒരു സ്വർണ്ണാഭരണം അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിക്കണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ ചന്ദ്രേ? നിന്റെ മകൻ ഇത്രയും വലിയൊരു നല്ല കാര്യം ചെയ്തിട്ട് നീ അവനോട് ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞോ? എന്നിട്ട് അതിന് പകരമായിട്ട് നീ അവന് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ സ്വർണ്ണാഭരണം എല്ലാം തന്നെ കൈക്കലാക്കാമെന്നാണല്ലേ നിന്റെ വിചാരം? ഇത് ഏതായാലും നിനക്ക് അർഹതപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഏതായാലും ആ സ്വർണ്ണാഭരണം എല്ലാം തന്നെ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം നേരെ രേവതിയുടെ കയ്യിലേക്കൊക്കെ കൊടുക്കുന്നതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് അങ്ങ് വല്ലാതാവും. എങ്ങനെയെങ്കിലും സച്ചിക്ക് കിട്ടിയേക്കുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ തന്റെ കൈക്കലാക്കണം എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര പ്രതീക്ഷയോട് കൂടെ ഇരുന്നിട്ടോ ചന്ദ്രമതി അതെല്ലാം തന്നെ പിടിച്ചോണ്ട് നിന്നത്. എന്നാൽ അതെല്ലാം പൊളിച്ചടക്കി കൊടുത്തിന് രവീന്ദ്രൻ ആ ഒരു സ്വർണ്ണാഭരണമെല്ലാം തന്നെ രേവതിയുടെ കയ്യിൽ കൊടുക്കും. എന്നാൽ ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ലട്ടോ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? ഇതിനാണോ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നത്? വഴിയിൽ വെച്ചിട്ട് ആരോ ഒരാളെ ആക്രമിക്കുന്നത് കണ്ട സമയത്തിന് സച്ചി ഒന്ന് സഹായിച്ചു, അത്രേ ഇവിടെ നടന്നിട്ടുള്ളൂ. അതിനിപ്പോ നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇത്രമാത്രം ബിൽഡപ്പ് കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സുധി ഇങ്ങനെ സച്ചിയെ കൊച്ചാക്കി സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രൻ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം ശ്രീകാന്ത് പറഞ്ഞിട്ട്, ഇനിയിപ്പോ എന്തൊക്കെ തന്നെ പറഞ്ഞാലും സച്ചീട്ടൻ ചെയ്തത് അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാന്ന് പറഞ്ഞത് അത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അന്നേരം വർഷ പറഞ്ഞിട്ട്, ഞാൻ ഏതായാലും ഈ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തോടു കൂടി ഈ വീഡിയോ അങ്ങ് വൈറലാവും. ഇന്നത്തെ താരം ഏതായാലും നമ്മുടെ സച്ചിയേട്ടനാണെന്ന് ഇങ്ങനെ വർഷ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ താൻ ചെയ്ത ഈ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് തന്നെ തന്റെ വീട്ടുകാരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സച്ചിയും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ